Hi friends, welcome to Eng-lane English classroom again. Dears, today we are discussing the 19th class in 9th grade English. That is the second lesson, Tolstoy Farm Part 1. In this class we are discussing the first, second and the third paragraphs. As usual you may get all these things. Okay, let us move on. നമ്മൾ ചർച്ച ചെയ്യുന്നത് 9ാം ക്ലാസ്സിലെ രണ്ടാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ ലെസണാണ്. ടോൾസ്റ്റോയ് ഫാമിൻ്റെ ആദ്യത്തെ ഭാഗമാണ്, ആദ്യത്തെ 3 പാരഗ്രാഫുകൾ. വി ഹാവ് ബീൻ മൂവ്ഡ് മച്ച് ബൈ ദ മെറ്റേണൽ ലവ് ഷോൺ ബൈ ദ ചൈനാമാൻസ് വൈഫ് ഹാവിൻ വി. തീർച്ചയായിട്ടും ഇല്ലേ, അതായത് നമ്മുടെ മെറ്റേണിറ്റി എന്ന് പറയുന്ന കഥയിലെ ചൈനാമാൻ്റെ ഭാര്യയുടെ ആ ഒരു മാതൃസ്നേഹം നമ്മളെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും. നൗ ആൻഡ് യു നോ ദാറ്റ് മെറ്റേണിറ്റി ഈസ് ആൻ ആനക്ഡോട്ട്. നമുക്കറിയാം അതൊരു സംഭവകഥയാണ്, ആനക്ഡോട്ടാണ്, അല്ലെങ്കിൽ സംഭവകഥ ബേസ് ചെയ്ത് എഴുതിയ ഒരു കഥയാണ് നമുക്കറിയാം. പ്ലീസ് ലുക്ക് അറ്റ് ദ പിക്ചർ. ഈ ചിത്രം നോക്കൂ. യു നോ വി ഹാവ് സീൻ ദിസ് സച്ചിൻ ടെണ്ടുൽക്കർ പ്ലേയിങ് ഇറ്റ് മൈ വേ. വാട്ട്സ് ദിസ് യു ക്യാൻ സീ ഹിയർ, റൈറ്റ്? യു റിമെമ്പർ പ്ലേയിങ് ഇറ്റ് മൈ വേ, ഡോണ്ട് യു? ഷ്യൂർലി യു റിമെമ്പർ. നിങ്ങൾക്ക് ഏതായാലും ഓർമ്മ ഉണ്ടാവും അത്. ഇറ്റ് ഈസ് സച്ചിൻസ് ഓട്ടോബയോഗ്രഫി, ആത്മകഥയാണ്. വി ലേൺഡ് ആൻ എക്സ്ട്രാക്ട് ഫ്രം ഇറ്റ്. വാട്ട് വാസ് ദാറ്റ്? ഏതായിരുന്നു അത്? ലേണിംഗ് ദ ഗെയിം, അതിൻ്റെ ഭാഗമാണ്. ഹൗ വാസ് ഇറ്റ്? അതെങ്ങനെയായിരുന്നു? ഇറ്റ് വാസ് ഹൈലി ഇൻസ്പയറിംഗ് ആൻഡ് മോട്ടിവേറ്റിംഗ്. വളരെ പ്രചോദനം നൽകുന്നതായിരുന്നു അത്. ഇറ്റ് വാസ് ദർ ബിക്കോസ് ഇറ്റ് വാസ് അബൌട്ട് മോട്ടിവേഷൻ ആൻഡ് ഇൻസ്പിറേഷൻ. നമ്മളെ ആസ്പയർ ടു വിൻ എന്ന് പറയുന്ന ആ ഒരു യൂണിറ്റിൽ മോട്ടിവേഷൻ ഇൻസ്പിറേഷനൊക്കെ ആയിരുന്നു ഒരു തീം, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ടായിരുന്നു ആ ഭാഗം ആ യൂണിറ്റ് ഉൾക്കൊള്ളിച്ചിട്ട്, നമുക്കറിയാതെ. നൗ വാട്ട് ഈസ് ദിസ് യൂണിറ്റ് അബൌട്ട്? എന്താ യൂണിറ്റിൻ്റെ പേര്? ബോണ്ട്സ് ഓഫ് ലവ് എന്നാണ്. ദാറ്റ് ഈസ് ദിസ് ഈസ് അബൌട്ട് വാല്യൂസ്, യു നോ. സോ ഡു യു നോ എനി ഓട്ടോബയോഗ്രഫി വിച്ച് ഡിസ്കസസ് വാല്യൂസ്? ഏതെങ്കിലും നിങ്ങൾക്കറിയാം ഈ മൂല്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഏതെങ്കിലും ഓട്ടോബയോഗ്രഫി അറിയാം? ലെറ്റ് us see one. ഒന്ന് നമുക്ക് കാണാതെ. സീ ദ സ്റ്റോറി ഓഫ് മൈ എക്സ്പെരിമെൻറ്റ്സ് വിത്ത് ട്രൂത്ത്. ഇത് ആരെ ഓട്ടോബയോഗ്രഫിയാണ്? ദർ ഇസ് ദ ബുക്ക്, റൈറ്റ്? ഹൂസ് ഓട്ടോബയോഗ്രഫി ഇസ് ദാറ്റ്? ആരെ ഓട്ടോബയോഗ്രഫിയാണത്? യു നോ ദിസ് ഇസ് ഗാന്ധിജീസ് ഓട്ടോബയോഗ്രഫി, ദി ഫാദർ ഓഫ് അവർ നേഷൻ. യു നോ ദാറ്റ്. ആൻഡ് he is the university, here is the universality of love practiced by him. Here is the universality of love practiced by him. അതായത് സ്നേഹത്തിൻ്റെ അദ്ദേഹം കാണിച്ച സ്നേഹത്തിൻ്റെ സാർവലൗകികതയാണ് നമ്മളിതിൽ കാണുന്നത്. ദറ്റ് എംബഡീസ് ഓൾ ഹ്യൂമൻ വാല്യൂസ്. എല്ലാ മനുഷ്യ മൂല്യങ്ങളെയും പിന്നെ മൂർത്ത രൂപത്തിൽ കാണിക്കുന്ന. വി ഹാവ് ടു ലേൺ ആൻഡ് എക്സ്ട്രാക്ട് ഫ്രം. അതിൽ നിന്നുള്ളൊരു ഭാഗം നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ ഡിയേഴ്സ്, നൗ ഹു ഇസ് ഗാന്ധിജി? വി നോ ഹിം and his values and vision. See a brief note, ചെറിയൊരു ബ്രീഫ് നോട്ട് നോക്കൂ. Gandhi is there, it is there in our textbook, you may read it. We can get some piece of information from this about Gandhiji, right? He was born, you know, 2nd October 1869 and he was assassinated on 13th January 1948. അറിയാലോ. പിന്നെ അദ്ദേഹം രക്തസാക്ഷിയാവുക ചെയ്യുന്നത് മതസഹിഷ്ണുതയ്ക്ക് വേണ്ടി നമുക്ക് അറിയുന്നത്, അത് വിശദമായിട്ട് ഞാൻ പറയുന്നില്ല. ദി ഫാദർ ഓഫ് നേഷൻ വാസ് ദ പ്രോമിനൻ്റ് ലീഡർ ഓഫ് ഫ്രീഡം മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ. അതൊക്കെ നമുക്ക് അറിയുന്നതാണ്. സ്വാതന്ത്ര്യ സമരത്തിലെ വളരെ പ്രധാനപ്പെട്ട പിന്നെ നേതാവായിരുന്നു ആര്? നമ്മുടെ ഗാന്ധിജി. നോൺ വയലൻസ് വാസ് ദി യുണീക്ക് വെപ്പൺ ഹി യൂസ്ഡ്. അദ്ദേഹം ഉപയോഗിച്ച അനന്യമായ ഒരു പിന്നെ ആയുധം എന്ന് പറഞ്ഞാൽ ഏതായിരുന്നു? നോൺ വയലൻസ് ആയിരുന്നു, അക്രമരാഹിത്യമായിരുന്നു, നമുക്കറിയാം അത്. ആൻഡ് അഹിംസയായിരുന്നു. ഹിസ് ഐഡിയൽസ് ഓഫ് നോൺ വയലൻസ്, ട്രൂത്ത് ആൻഡ് പീസ് ആർ റെലവൻറ്റ് ഈവൻ ടുഡേ. ഇന്നും അത് വളരെ പ്രധാനമാണ്. അദ്ദേഹത്തിൻ്റെ ആശയങ്ങളായ നോൺ വയലൻസ്, ട്രൂത്ത്, സത്യം, പീസ്, സമാധാനമൊക്കെ നമുക്കറിയുന്നതാണ്. റൈറ്റ്? യെസ്. നൗ ഷാൽ വി സീ ദ ടൈറ്റിൽ ഓഫ് ദ ലെസൺ? എന്താ പാഠത്തിൻ്റെ പേര്? സി ടോൾസ്റ്റോയ് ഫാം, മഹാത്മാഗാന്ധി. ഇതാണ് നിങ്ങളിപ്പോൾ ഇതുവരെ കണ്ടതിൽ ആദ്യം നോട്ടിൽ ഒന്നാക്കി എഴുതേണ്ടത് കേട്ടോ. നൗ സി, എന്താ അതിൽ പറയുന്നത്? ഹിയർ ഹി ഡിസ്ക്രൈബ്സ് ഹിസ് ലൈഫ് വിത്ത് ദ ഇൻമേറ്റ്സ് ഓഫ് ദ ടോൾസ്റ്റോയ് ഫാം. ടോൾസ്റ്റോയ് ഫാമിലെ അന്തേവാസികളുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതാന്തിയിൽ അദ്ദേഹം വിശദീകരിക്കുന്നത്. അതാണ് തീം, ഇത് എഴുതിയെടുക്കേണ്ടതാണ്. നൗ വാട്ട്സ് ടോൾസ്റ്റോയ് ഫാം? ഇതൊന്നും എഴുതണ്ട, ഇത് എഴുതണ്ട. സി, it was he was inspired by
Leo Tolstoy's book, The Kingdom of Gold is Within You. The Kingdom of God is Within You, right? അപ്പോൾ അതിൽ നിന്ന് പ്രചോദനമായിട്ട് അദ്ദേഹം ഉണ്ടാക്കിയൊരു സംവിധാനമാണ്. നമുക്കൊന്ന് കാണാൻ എന്താണെന്നുള്ളത്. ടോൾസ്റ്റോയ് ഫാം വാസ് എ കമ്മ്യൂണിറ്റി ഓഫ് ഇന്ത്യൻസ് സ്റ്റാർട്ടഡ് ബൈ ഗാന്ധി ഇൻ ട്രാൻസ്വാൾ, സൗത്ത് ആഫ്രിക്ക ഇൻ 1910. 1910 സൗത്ത് ആഫ്രിക്കയിലെ ട്രാൻസ്വാളിൽ ഗാന്ധി സ്ഥാപിച്ച ഒരു ഇന്ത്യൻ സൊസൈറ്റി ആയിരുന്നു. സമൂഹത്തിൻ്റെ പേരാണ് ടോൾസ്റ്റോയ് ഫാം. ഇറ്റ് ബിക്കെയിം ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ദ ക്യാമ്പയിൻ ഓഫ് സത്യാഗ്രഹ. സത്യാഗ്രഹത്തിൻ്റെ ആസ്ഥാനമായിട്ടത് മാറി. ദ ഫാം 21 miles away from Johannesburg. ജോഹന്നസ്ബർഗിൽ നിന്ന് 21 മൈൽ ദൂരെയായിരുന്നു ഈ ഫാം. ഹാഡ് ബീൻ ബോട്ട് ബൈ ഹെർമൻ കലൻബാക്ക് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു അനുയായിയാണ് അത് വാങ്ങിയത്, സ്ഥലം വാങ്ങിക്കൊടുത്തത്. ബോത്ത് കലൻബാക്ക് ആൻഡ് ഗാന്ധി വർ ഹൈലി ഇംപ്രസ്ഡ് ബൈ ടോൾസ്റ്റോയ് റൈറ്റിംഗ്. ഇവർ രണ്ടാളെയും ടോൾസ്റ്റോയിൻ്റെ എഴുത്തുകൾ നന്നായി സ്വാധീനിച്ചിരുന്നു. റഷ്യൻ റൈറ്റർ ടോൾസ്റ്റോയ്, നമുക്കറിയാം. സോ ദ ഡിസൈഡ് ടു നെയിം ദ ഫാം ആഫ്റ്റർ ടോൾസ്റ്റോയ്. അതുകൊണ്ട് തന്നെ ആ ഫാമിന് ടോൾസ്റ്റോയിൻ്റെ പേര് കൊടുക്കാൻ തീരുമാനിച്ചു. ദ ഇൻമേറ്റ്സ് ഓഫ് ദ ഫാം വാസ് സ്കൂൾഡ് ബൈ ഗാന്ധി ഹിംസെൽഫ്. അതിലെ ആളുകളെയൊക്കെ പഠിപ്പിച്ചിരുന്നത് ഗാന്ധി സ്വന്തമായിരുന്നു. ഓൾറെഡി അല്ല, ഇത് നിങ്ങൾ എഴുതിയെടുക്കണം കേട്ടോ. അതൊരു പ്രധാനപ്പെട്ട ആശയതുകൊണ്ട് ജസ്റ്റ് എഴുതിയെടുത്താൽ പഠിക്കണം, അല്ല എഴുതിയെടുക്കണം, മറക്കരുത് കേട്ടോ. റൈറ്റ്, യെസ്, സ്റ്റാർ ഇട്ടിട്ടില്ല, എന്നാലും എഴുതണേ. നൗ ബൈ എഡ്യൂക്കേഷൻ ഐ മീൻ ആൻ ഓൾ റൗണ്ട് ഡ്രോയിങ് ഔട്ട് ഓഫ് ദി ബെസ്റ്റ് ഇൻ ദ ചൈൽഡ് ആൻഡ് മാൻ, ബോഡി, മൈൻഡ് ആൻഡ് സ്പിരിറ്റ്. നല്ലൊരു കോട്ടാണ്. എന്താണ് എഡ്യൂക്കേഷൻ? അതിന് വ്യത്യസ്തമായ ഒരുപാട് കാഴ്ചപ്പാടുകളുണ്ട്. എന്താണ് വിദ്യാഭ്യാസം എന്നുള്ളതിനെക്കുറിച്ച്. ഇതാരെ കാഴ്ചപ്പാടാണ്? ദിസ് ഈസ് ഗാന്ധിസ് കോൺസെപ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ. എന്താ അതിൻ്റെ അർത്ഥം? എന്താ? വിദ്യാഭ്യാസത്തിലൂടെ ഒരു കുട്ടിയുടെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ശരീരം, മനസ്സ്, ആത്മാവ് അതിലൊക്കെയുള്ള ഏറ്റവും നല്ലതിനെ പുറത്തേക്ക് കൊണ്ടുവരുന്നതിനാണ് എന്തെന്ന് പറഞ്ഞാൽ അല്ല അങ്ങനെ ഒരു സർവാത്മകമായൊരു വികാസമാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് പ്രാക്ടിക്കലാണോ? നിങ്ങളുടെ അഭിപ്രായം എന്താ? ക്യാൻ യു ഗസ് ഹൗ ദ ലൈഫ് ആൻഡ് എഡ്യൂക്കേഷൻ വെർ ഇൻ ടോൾസ്റ്റോയ് ഫാം? അങ്ങനെ പ്രാക്ടിക്കലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവുമല്ലോ ടോൾസ്റ്റോയ് ഫാമിൽ. അപ്പോൾ അവിടുത്തെ ജീവിതം, വിദ്യാഭ്യാസമൊക്കെ എങ്ങനെ ആയിരിക്കും? ഷാൽ വി റീഡ് ദ ഫസ്റ്റ് 3 paragraphs ഓഫ് ദ എക്സെപ്റ്റ്? നമ്മൾ വായിക്കില്ല. അതിൻ്റെ എക്സെപ്റ്റ് എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യത്തിന് ചെറിയൊരു ഭാഗത്തിനാണ് എക്സെപ്റ്റ് എന്ന് പറയാം. നമുക്ക് വായിച്ചു നോക്കാം. അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും. കൂടെ മനസ്സിറ്റി വായിക്കണേ. ആസ് ദ ഫാം ഗ്രൂ, ഇറ്റ് വാസ് ഫൗണ്ട് നെസസറി ടു മേക്ക് സം പ്രൊവിഷൻ ഫോർ ദ എഡ്യൂക്കേഷൻ ഓഫ് ഇറ്റ്സ് ബോയ്സ് ആൻഡ് ഗേൾസ്. There were among these Hindu, Musalman, Parsi and Christian boys and some Hindu girls. It was not possible and I did not think it necessary to engage special teachers for them. It was not possible for qualified Indian teachers were scarce. And even when available, none would be ready to go to a place 20 miles distant from Johannesburg on a small salary. Also, we were certainly not overflowing with money, and I did not think it necessary to import teachers from outside the farm. I did not believe in the existing system of education, and I had a mind to find out by experience and experiment the true system. Only this much I knew, that under ideal conditions, true education could be imparted only by the parents, and that then there should be the minimum of outside help. That Tolstoy farm was a family in which I occupied the place of the father, and that I should so far as possible shoulder the responsibility for the training of the young. The concept, no doubt, was not without its flaws. All the young people had not been with me since their childhood. They had been brought up in different conditions and environments, and they did not belong to the same religion. How could I do full justice to the young people thus circumstanced, even if I assumed the place of paterfamilias? But I had always given the first place to the culture of the heart or the building of character, and I felt confident that moral training could be given to all alike, no matter how different their ages and their upbringing. I desired to live amongst them all the 24 hours of the day as their father. I regarded the character building as the proper foundation for the education, and if the foundation was firmly laid, I was sure that the children could learn all the other things themselves or with the assistance of friends. Okay, yes, മക്കൾ നന്നായിട്ട് വായിച്ചിട്ടുണ്ടാവും. കുറച്ച് ചെറിയ ചെറിയ ചോദ്യങ്ങൾ നോക്കണേ.
വാട്ട് ഈസ് ഹി ടോക്കിംഗ് അബൌട്ട് ഇൻ ദിസ് പാരഗ്രാഫ്സ്? എന്തിനെക്കുറിച്ചൊക്കെയാണ് ഈ പാരഗ്രാഫ് ചർച്ച ചെയ്യുന്നത്? ജസ്റ്റ് ഒന്ന് ആലോചിക്കുക. ടെക്സ്റ്റ് മുമ്പിലുണ്ടല്ലോ, ജസ്റ്റ് നോക്കി കണ്ടെത്തി അതൊക്കെ വിശദമായിട്ട് നമ്മൾ ചർച്ച ചെയ്യും. വാട്ട് വാസ് ഹിസ് റോൾ ഇൻ ദ ഫാമിലി ഇൻ ദറ്റ് ഫാം? അദ്ദേഹത്തിൻ്റെ ആ ഫാമിലെ പിന്നെ റോൾ എന്തായിരുന്നു? ഇതിനെക്കുറിച്ച് ഈ പാരഗ്രാഫുകൾ സംസാരിക്കും. നമുക്കറിയാം അബൌട്ട് ടോൾസ്റ്റോയ് ഫാം, ദ ലൈഫ് ഓഫ് ദ ഇൻമേറ്റ്സ് ആൻഡ് ദർ എഡ്യൂക്കേഷൻ, അതൊക്കെ നമുക്കറിയാം. എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ പിന്നെ റോൾ എന്തായിരുന്നു? അദ്ദേഹം ഹി വാസ് ദ ഹെഡ് ഓഫ് ദാറ്റ് ഫാം ഓർ ഹി ഒക്കുപ്പൈഡ് ദ പ്ലേസ് ഓഫ് ദ റോൾ ഓഫ് എ ഫാദർ. അറിയാം നമുക്ക്. വർ ദർ എനി ടീച്ചേഴ്സ് ഫ്രം ഔട്ട്സൈഡ് ദ ഫാം? നിങ്ങളെ അഭിപ്രായം എന്താ? ഫാമിൽ നിന്ന് പുറത്തുള്ള ടീച്ചേഴ്സ് ഉണ്ടായിരുന്നോ? യെസ് ഓർ നോ? നോ. There is answer. According to Gandhi, what's proper foundation for their education? എന്താണ് ഗാന്ധിയുടെ അഭിപ്രായത്തിൽ അതിൻ്റെ അടിത്തറ എന്താ വിദ്യാഭ്യാസത്തിൻ്റെ? നമുക്കറിയാം ക്യാരക്ടർ ബിൽഡിംഗ് ആണ്. നമുക്കറിയാം, അത് നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, now dears, see, now we have got some idea. Was it easy to train the young? അവരെ പഠിപ്പിക്കൽ എളുപ്പമായിരുന്നു ഗാന്ധിക്ക്? How do you feel? അദ്ദേഹത്തിന് എങ്ങനെയാണ് അത് തോന്നിയത്? വാട്ട് ഡിഡ് ഹി ഡു ഫോർ ഇറ്റ്? എന്താ അതിനു വേണ്ടി അദ്ദേഹം ചെയ്തത്? ലെറ്റ് us know more about. ഇപ്പോൾ ഒന്നും കൂടി ഒന്ന് വായിച്ചു നോക്കി, കുറച്ചുകൂടി ആശയങ്ങൾ നിങ്ങൾക്ക് തന്നെ കിട്ടും. ഇപ്പോൾ എങ്ങനെയാണ് വായിക്കേണ്ടത്? സൈലൻ്റായിട്ട് വായിക്കണം. അപ്പോൾ എന്ത് മറക്കരുത് നിങ്ങൾ? പിന്നെ ഡിഫിക്കൽട്ട് വേർഡ്സ് നോട്ട് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, റൈറ്റ്? യെസ്, റീഡ് ഓൺ. മനസ്സിരുത്തി സൈലൻ്റായിട്ട് വായിക്കണേ. ഓക്കെ, now let us try to answer the scaffolding question. എന്തായാലും ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്. ഇപ്പോൾ 2 വട്ടം നമ്മൾ വായിച്ചു, അതുകൊണ്ട് എന്തായാലും ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഹൂ ആർ ദ ഇൻമേറ്റ്സ് ഓഫ് ദ ടോൾസ്റ്റോയ് ഫാം? ദാറ്റ്സ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഇസ് ദാറ്റ് ക്വസ്റ്റ്യൻ മീൻ? എന്താ ചോദ്യത്തിൻ്റെ അർത്ഥം? എന്താ? ആരൊക്കെയായിരുന്നു ടോൾസ്റ്റോയ് ഫാമിലെ അന്തേവാസികൾ? ആരൊക്കെയായിരുന്നു? നിങ്ങൾക്കറിയാലോ, കറക്റ്റായിട്ട് നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും. ഉത്തരം തൊട്ട് നോക്കണം. The inmates of the Tolstoy farm were Indian children consisting Hindu, Musalman, Parsi, Christian boys. ആൺകുട്ടികൾ ആരൊക്കെ ഉണ്ടായിരുന്നു? ഹിന്ദു, മുസ്ലിം, അതുപോലെ തന്നെ പാസി, ക്രിസ്ത്യൻ ആൺകുട്ടികൾ ഉണ്ടായിരുന്നു. ആൻഡ് സം ഹിന്ദു ഗേൾസ്, കുറച്ച് ഹിന്ദു പെൺകുട്ടികൾ ഉണ്ടായിരുന്നു. ആൻഡ് ദാറ്റ് മീൻസ് ദേ വർ ഫ്രം ഡിഫറെൻറ്റ് റിലിജിയൻസ് ആൻഡ് കൾച്ചേഴ്സ്, റൈറ്റ്? വൈ കുഡിൻ ഗാന്ധി അപ്പോയിന്റ് സ്പെഷ്യൽ ടീച്ചേഴ്സ് ഫോർ ഇന്ത്യൻ സ്റ്റുഡൻസ്? എന്തുകൊണ്ടാണ് ഇന്ത്യൻ സ്റ്റുഡൻസ് പ്രത്യേക ടീച്ചർമാരെ വെക്കാൻ കഴിയാതിരുന്നത്? നിങ്ങൾക്കറിയാം, ഉത്തരം നിങ്ങൾക്കറിയാം, എഴുതിയിട്ടുണ്ടാവും. കമ്പയർ ചെയ്യണേ. ഗാന്ധി കുഡിൻറ്റ് അപ്പോയിന്റ് സ്പെഷ്യൽ ടീച്ചേഴ്സ് ഫോർ ഇന്ത്യൻ സ്റ്റുഡൻസ് ബിക്കോസ് ക്വാളിഫൈഡ് ഇന്ത്യൻ ടീച്ചേഴ്സ് വാസ് സ്കാർസ്. ഒന്നാമത്തെ കാര്യം, ആവശ്യത്തിന് ആരുണ്ടായിരുന്നില്ല? യോഗ്യതയുള്ള ഇന്ത്യൻ ടീച്ചേഴ്സ് ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, ദർ വാസ് നോട്ട് ഇനഫ് മണി ടു മീറ്റ് ദ എക്സ്പെൻസസ്. അങ്ങനെ അവർക്ക് ഇങ്ങനെ പൈസ ചിലവഴിച്ച് അല്ലെങ്കിൽ അങ്ങനെ അധ്യാപകരെ പുറത്തുനിന്ന് നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ, അപ്പോയിൻറ്റ് ചെയ്യുമ്പോൾ പിന്നെ കൊടുക്കാനുള്ള അല്ലെങ്കിൽ ആ ചെലവ് താങ്ങാനുള്ള പൈസ ഉണ്ടായിരുന്നില്ല. What did Gandhi regard as the proper foundation for the education of such children? കുട്ടികളുടെ എഡ്യൂക്കേഷൻ്റെ അടിത്തറയായിട്ട് എന്താ കണ്ടത്? നമ്മൾ ചർച്ച വന്നതാണ്. പറയും എന്താണത്? ദാറ്റ് ഈസ് പ്രോപ്പർ റിഗാർഡഡ് ക്യാരക്ടർ ബിൽഡിംഗ് ആസ് ദ പ്രോപ്പർ ഫൗണ്ടേഷൻ ഫോർ ദ എഡ്യൂക്കേഷൻ ഓഫ് ദ ചിൽഡ്രൻ. ക്ലിയർ അല്ലേ മക്കളെ? അതൊക്കെ എഴുതിയെടുക്കേണ്ടതാണ്. ചോദ്യോത്തരമൊക്കെ നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും, ഒന്ന് ഉറപ്പുവരുത്തണം കേട്ടോ. Now dears, let us discuss star in detail. അപ്പോൾ നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം, നല്ലോണം ശ്രദ്ധിക്കുക. As the farm grew, it was found necessary. Before that, let us see the words. എഴുതിയെടുക്കണം കേട്ടോ. നെസസറി എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട്ലി എസെൻഷ്യൽ എന്നാണ്, അത്യാവശ്യമായ. പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ ഒരുക്കം, തയ്യാറെടുപ്പ് അല്ലെങ്കിൽ അതിൻ്റെ ഏർപ്പാടാണ് എന്തെന്ന് പറയുക? പ്രൊവിഷൻ എന്ന് പറയാം. പിന്നെ നിബന്ധന എന്നൊക്കെ തന്നെ ഇവിടെ അതിനുള്ളൊരു ഒരുക്കം, ഒരു ഏർപ്പാട്, അത് അത്ര അർത്ഥമുള്ളൂ. എൻഗേജ് എന്ന് പറഞ്ഞാൽ അറേഞ്ച്, ഏർപ്പാടാക്കുക എന്നർത്ഥം. സ്കാസ് എന്ന് പറയുന്നത് ഇൻസഫിഷ്യൻറ്റ്, ഡിഫിക്കൽട്ട് ടു ഫൈൻഡ്, അപൂർവമായ എന്നൊക്കെയുള്ള സെൻസാണ്, മതിയാവാത്ത എന്നൊക്കെയുള്ള സെൻസാണ്. ഓവർഫ്ലോ എന്ന് പറഞ്ഞാൽ ആവശ്യത്തിലേറെയുള്ളതിനാണ് ഓവർഫ്ലോ എന്ന് പറയുക. ഇമ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇറക്കുമതി ചെയ്യുക. ഐഡിയൽ, പെർഫെക്റ്റ്, പൂർണ്ണമായ, മാതൃകാപരമായ എന്നൊക്കെയുള്ള സെൻസാണ് വരിക. ഇമ്പാർട്ട് എന്ന് പറഞ്ഞാൽ ടു ട്രാൻസ്മിറ്റ്, പകരുക എന്നാണ്. ഒക്കുപ്പൈ എന്ന് പറഞ്ഞാൽ അസ്യൂം, നിർവഹിക്കുക, ഏറ്റെടുക്കുക എന്നൊക്കെ അതിനർത്ഥമുണ്ട്. നിങ്ങൾക്കറിയാം. നമുക്ക് പറഞ്ഞു നോക്കിയാലോ. ആസ് എ ഫാം ഗ്രൂ, ഇറ്റ് വാസ് ഫൗണ്ട് നെസസറി ടു മേക്ക് സം പ്രൊവിഷൻസ് ഫോർ ദ എഡ്യൂക്കേഷൻ ഓഫ് ഇറ്റ്സ് ബോയ്സ് ആൻഡ് ഗേൾസ്. As the farm, here the farm stands for, Tolstoy farm. It grew. They found the necessary, or they found to make some provisions or arrangements for the education of the boys and girls in it necessary. Clear ആണല്ലോ? എന്താ ഇപ്പോൾ പറഞ്ഞതിൻ്റെ അർത്ഥം? ഫാം വളർന്നു വന്നപ്പോൾ
അവിടെയുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വിദ്യാഭ്യാസത്തിന് ആവശ്യമായ ചില ഏർപ്പാടുകൾ നടത്തേണ്ടത് അത്യാവശ്യമായിട്ട് വന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. കാര്യം അവരെന്ത് ചെയ്യേണ്ടിയിരുന്നു? ദേ ഹാഡ് ടു എഡ്യൂക്കേറ്റ് ദം. അവരെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ട പ്രൊവിഷൻസ് ഉണ്ടാക്കുക എന്നുള്ളത്, ഏർപ്പെടുത്തുക എന്നുള്ളത് എന്തായിരുന്നു അവിടെ അത്യാവശ്യമായിട്ട് അദ്ദേഹത്തിന് തോന്നി. റെഡിയല്ലേ? ഇനി സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ലല്ലോ. ഇനി ഹൂ ആർ ദ ഇൻമേറ്റ്സ് ദർ ചർച്ചയിൽ വന്നതാണ്. ദർ വർ എമംഗ് ദീസ് ഹിന്ദു, മുസൽമാൻ, പാസി, ക്രിസ്ത്യൻ ബോയ്സ്. ആൺകുട്ടികൾ ആരൊക്കെ ഉണ്ടായിരുന്നു? ഹിന്ദു ഉണ്ടായിരുന്നു, മുസ്ലിം ഉണ്ടായിരുന്നു, പാസി ഉണ്ടായിരുന്നു, ക്രിസ്ത്യൻ നമുക്കറിയാം. ആൻഡ് സം ഹിന്ദു ഗേൾസ് വേർ ദർ. ഓക്കെ ആണല്ലോ. ആൻഡ് നൗ he couldn't engage special teachers. നമ്മൾ നേരത്തെ പറഞ്ഞ ആശയം ഒന്നുകൂടി വരികയാണ്. ഇറ്റ് വാസ് നോട്ട് പോസിബിൾ. അത് സാധ്യമായിരുന്നില്ല. എന്ത്? ആൻഡ് ഐ ഡിഡ് നോട്ട് തിങ്ക് ഇറ്റ് നെസസറി. സാധ്യമായിരുന്നത് മാത്രമല്ല, അത് ആവശ്യമാണ് അദ്ദേഹം ചിന്തിച്ചിരുന്നില്ല. എന്ത്? ടു എൻഗേജ് സ്പെഷ്യൽ ടീച്ചേഴ്സ് ഫോർ ദം. ആ കുട്ടികൾക്ക് വേണ്ടിയിട്ട്, ഇന്ത്യൻ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായ ടീച്ചേഴ്സിനെ ഏർപ്പാടാക്കുന്നത് ഒന്നാ സാധ്യമായിരുന്നു. മാത്രമല്ല അതിനെ അങ്ങനെ ചെയ്യണം എന്ന് അദ്ദേഹം ചിന്തിച്ചിരുന്നില്ല. എന്താ അതിൻ്റെ കാരണം? എന്താ? ഇറ്റ് വാസ് നോട്ട് പോസിബിൾ. എന്തുകൊണ്ടാണ് അത് പോസിബിൾ അല്ല എന്ന് പറയാൻ കാരണം ഫോർ ബിക്കോസിൻ്റെ അർത്ഥം നമുക്കറിയാം. ക്വാളിഫൈഡ് ഇന്ത്യൻ ടീച്ചേഴ്സ് വേഴ്സ് സ്കാർസ്. യോഗ്യതയുള്ള ഇന്ത്യൻ അധ്യാപകർ കിട്ടാൻ പ്രയാസമായിരുന്നു, അവർ അപൂർവമായിരുന്നു. ആൻഡ് ഈവൻ വെൻ അവൈലബിൾ, ഇനി കിട്ടിയാൽ തന്നെ നൺ വുഡ് ബി റെഡി ടു ഗോ ടു എ പ്ലേസ് 20 miles ഡിസ്റ്റൻസ് ഫ്രം ജോഹന്നസ്ബർഗ് ഓൺ എ സ്മോൾ സാലറി. വളരെ കുറഞ്ഞ പൈസക്ക് ജോഹന്നാസ്ബർഗിൽ നിന്ന് ഏതാണ്ട് 21 മൈൽ ദൂരമുള്ള സ്ഥലത്തേക്ക് പോകാൻ അവർ തയ്യാറായിരുന്നില്ല. അപ്പോൾ നാളത്തെ കാരണം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. മാത്രമല്ല, ആൻഡ് ഓൾസോ വി വർ സെർട്ടൺലി നോട്ട് ഓവർഫ്ലോയിങ് വിത്ത് മണി. ഗാന്ധി അല്ലെങ്കിൽ ടോൾസ്റ്റോയ് ഫാമിൽ അങ്ങനെ ഒരു അമിതമായ അളവിലുള്ള പൈസ ഉണ്ടായിരുന്നില്ല. ഒരുപാട് പൈസ, ഇതിന് കൊടുക്കാൻ വേണ്ട പൈസ അല്ലെങ്കിൽ സാമ്പത്തികാവസ്ഥ ഉണ്ടായിരുന്നില്ല. റെഡിയല്ലേ? ഇപ്പോൾ രണ്ട് കാര്യങ്ങൾ കിട്ടിയല്ലോ. ആരൊക്കെയാണ്? ഹു ആർ ദ ഇൻമേറ്റ്സ് വി ഹാവ് ഡിസ്കസ്ഡ്. ആൻഡ് വൈ ഡിഡ്ന്റ് ഗാന്ധി തിങ്ക് ദാറ്റ് ഇറ്റ് വാസ് നോട്ട് നെസസറി ടു എൻഗേജ് സ്പെഷ്യൽ ടീച്ചേഴ്സ് ഫോർ ഇന്ത്യൻ സ്റ്റുഡൻസ്. ഈ രണ്ട് കാര്യങ്ങളെ ചർച്ച ചെയ്ത്. റെഡിയല്ലേ? ഇനി ഒരു കാര്യം കൂടി അദ്ദേഹം പറയാണ്. ഐ ഡിഡ് നോട്ട് ബിലീവ് ഇൻ ദി എക്സിസ്റ്റിംഗ് സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ. അന്ന് നിലവിലുണ്ടായിരുന്ന വിദ്യാഭ്യാസ സിസ്റ്റത്തിൽ അദ്ദേഹം എന്ത് ചെയ്തിരുന്ന, ആ വ്യവസ്ഥയിൽ അദ്ദേഹം വിശ്വസിച്ചിരുന്നില്ല. ആൻഡ് വാട്ട് വാസ് ഹിസ് മൈൻഡ്? എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം? എന്തായിരുന്നു? ഹി ഹാഡ് എ മൈൻഡ് ടു ഫൈൻഡ് ഔട്ട് ബൈ എക്സ്പീരിയൻസ് ആൻഡ് എക്സ്പെറിമെൻറ്റ് ദ ട്രൂ സിസ്റ്റം. അനുഭവത്തിലൂടെ, പരീക്ഷണങ്ങളിലൂടെ പുതിയൊരു സിസ്റ്റം കണ്ടെത്തലായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അതൊക്കെ അറിയാലോ. ഓൺലി ദിസ് മച്ച് ഐ ന്യൂ. എന്താ അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് അറിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണ്? അദ്ദേഹത്തിൻ്റെ ചിന്താഗതി എന്താണ്? അണ്ടർ ഐഡിയൽ കണ്ടീഷൻ ട്രൂ എഡ്യൂക്കേഷൻ കുഡ് ബി ഇമ്പാർട്ടഡ് ഓൺലി ബൈ പാരൻസ്. ശരിയായ, വളരെ ഒരു പൂർണ്ണമായ ഒരു നല്ലൊരു സാഹചര്യത്തിൽ, മാതൃകാപരമായ സാഹചര്യത്തിൽ യഥാർത്ഥ വിദ്യാഭ്യാസം കൊടുക്കാൻ കഴിയുക പേരൻസിനാണ്, രക്ഷിതാക്കൾക്കാണ്. ആൻഡ് ദാറ്റ് ദെൻ ദർ ഷുഡ് ബി എ മിനിമം, ദ മിനിമം ഓഫ് ഔട്ട്സൈഡ് ഹെൽപ്പ്. വളരെ കുറഞ്ഞ ഒരു പുറത്തുനിന്നുള്ള സഹായമേ ആവശ്യമുള്ളൂ എന്നാണ് അദ്ദേഹം ചിന്തിച്ചത്. ദാറ്റ് ടോൾസ്റ്റോയ് ഫാം വാസ് എ ഫാമിലി. ആ ഫാമിനെ അദ്ദേഹം കണ്ടിരുന്ന ഒരു കുടുംബമായിട്ടാണ്. ഇൻ വിച്ച് ഹി ഒക്കുപ്പൈഡ് ദ പ്ലേസ് ഓഫ് ദ ഫാദർ. അവിടെ അദ്ദേഹം സ്വയം ആരെ ഉത്തരവാദിത്തം, ആരുടെ റോളാണ് നിർവഹിച്ചിരുന്നത്? ഒരു ഫാദറിൻ്റെ, പിതാവിൻ്റെ റോളായിരുന്നു നിർവഹിച്ചിരുന്നത്. ആൻഡ് ദാറ്റ് ഐ ഷുഡ് സോ ഫാർ ആസ് പോസിബിൾ ഷോ ദ റെസ്പോൺസിബിലിറ്റി ഫോർ ദ ട്രെയിനിങ് ഓഫ് ദ യങ്. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു? എന്ത് ചെയ്യേണ്ടതുണ്ട്? കഴിയുന്നിടത്തോളം അവിടെയുള്ള ചെറിയ കുട്ടികളെ ട്രെയിൻ ചെയ്യുന്നതിൻ്റെ ഉത്തരവാദിത്തം അദ്ദേഹം തന്നെ എന്ത് ചെയ്യേണ്ടത്? ഏറ്റെടുക്കേണ്ടിയിരുന്നു. അങ്ങനെ ഏറ്റെടുത്തിട്ട് ഒരു കുടുംബത്തിൻ്റെ തലവനായിട്ട് അദ്ദേഹം നിന്നുകൊണ്ട്, റോൾ മോഡലൊക്കെ ആയിട്ട് നമ്മൾ നിന്ന് എന്ത് ചെയ്യുക? അങ്ങനെ ചെയ്യുമ്പോൾ യഥാർത്ഥമായ എഡ്യൂക്കേഷൻ ഇമ്പാർട്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പിന്നെ കൊടുക്കാൻ പറ്റും എന്നാണ് അദ്ദേഹം ചിന്തിച്ചത്. ക്ലിയർ ആണല്ലേ മക്കളെ? ഓക്കെ അല്ലേ? വിശദീകരിക്കുമ്പോൾ കുറേ നേരം പോകുമ്പോൾ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ എഴുതിയെടുക്കേണ്ടതാണേത്. ഓക്കെ. നൗ നെക്സ്റ്റ് 2 പാരഗ്രാഫ്സ്. വേർഡ്സ് നോക്ക്. കോൺസെപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ധാരണ, ഒരു കോൺസെപ്റ്റ്, ഒരു പ്ലാൻ, ഡിസൈൻ എന്നൊക്കെ അർത്ഥമുള്ള നൗണാണ്. ഫ്ലോ എന്ന് പറഞ്ഞാൽ ഡിഫക്റ്റാണ്, അതിൻ്റെ കുഴപ്പം, പോരായ്മക്കാണ് ഫ്ലോ എന്ന് പറയാം. എൻവയറൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ പരിസ്ഥിതി എന്നാണ്. സർക്കംസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ വെർബ് ആകുമ്പം ഒരു പ്രത്യേക സിറ്റുവേഷനിൽ നിലകൊള്ളുക എന്നാണ്. അസ്യൂം എന്ന് പറഞ്ഞാൽ ഒക്കുപ്പൈ ഓർ ടേക്ക് ഓൺ, നിർവഹിക്കുക, ഏറ്റെടുക്കുക എന്നൊക്കെ അർത്ഥം. പറ്റഫമിലിയാസ് എന്ന് പറഞ്ഞാൽ കുടുംബനാഥനാണ്. ക്യാരക്ടർ നമുക്കറിയാം, ഒരാളുടെ മൊത്തത്തിലുള്ള സ്വഭാവത്തിൽ മൊത്തത്തിൽ പറയുന്നതാണ് ക്യാരക്ടർ. അബ്രിങ് എന്ന് പറഞ്ഞാൽ റിയറിങ്, വളർത്തുക എന്നാണ്, അല്ലെങ്കിൽ വളരൽ എന്നാണ്, നമുക്കറിയാം അതൊക്കെ. നോ സീരിയസ്, വളരെ എളുപ്പമാണ്, സിമ്പിൾ ആൻഡ് ലോങ് സച്ചിങ്ങൾ തന്നെ ഒറ്റയ്ക്ക് പറയണേ. ദ കോൺസെപ്ഷൻ നോ ഡൗട്ട് വാസ് നോട്ട് വിത്തൗട്ട് ഇറ്റ്സ് ഫ്ലോസ്. നമ്മൾ തൊട്ട് മുമ്പത്തെ പാരഗ്രാഫ് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് വിദ്യാഭ്യാസമായിട്ട് ബന്ധപ്പെട്ട. ട്രൂ എഡ്യൂക്കേഷൻ ഈസ് ബൈ ദെയർ പാരൻസ് ഇൻ ആൻ ഐഡിയൽ സിറ്റുവേഷൻ. നമ്മൾ പറഞ്ഞ ഓർമ്മ ഉണ്ടല്ലോ,
അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു? ഹി കൺസിഡേർഡ് ദ ഫാം ആസ് എ ഫാമിലി ആൻഡ് ഹി അസ്യൂംഡ് ദ റോൾ ഓഫ് ഫാദർ ഇൻ ഇറ്റ്. അറിയാലോ, അങ്ങനെ ചെയ്താൽ ചെയ്യുന്നുള്ളത്, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ആ ഒരു കാഴ്ചപ്പാട് അങ്ങനെ ആകുമ്പോഴാണ് ഏറ്റവും ശരിയായ വിദ്യാഭ്യാസം കിട്ടാനുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്. ആ ധാരണ നോ ഡൗട്ട് വാസ് നോട്ട് വിത്തൗട്ട് ഇസ് ഫ്ലോസ്. അത് ഒരു കുഴപ്പമില്ലാത്ത അല്ലെങ്കിൽ ഒരു പോരായ്മയില്ലാത്ത ഒരു സംഗതി ആയിരുന്നില്ല. നിസ്സംശയം അതിന് ചില പോരായ്മകളൊക്കെ ഉണ്ടായിരുന്നു. ഓൾ ദ യങ് പീപ്പിൾ ഹാഡ് നോട്ട് ബീൻ വിത്ത് മീ സിൻസ് ദെയർ ചൈൽഡ്ഹുഡ്. അവിടെയുള്ള എല്ലാ കുട്ടികളും ചെറുപ്പകാലം മുതലേ അദ്ദേഹത്തിന് കൂടെ ആയിരുന്നില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുട്ടിയിൽ സ്വഭാവം രൂപീകരിക്കുന്നതൊക്കെ വളരെ ചെറുപ്പത്തിലെ അതിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്ന 7 വയസ്സാവുന്നതോടുകൂടി ഏതാണ്ട് സ്വഭാവ രൂപീകരണത്തെ കുറേ കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ് ശാസ്ത്രീയമായിട്ട് പറയപ്പെടുന്നത്. നമുക്ക് അറിയായിരിക്കും, അതൊക്കെ റെഡിയല്ലേ. അതുകൊണ്ടാണ് മാതാവിനൊക്കെ ഭയങ്കര റോളാണ് മദറിന് ഒരു കുട്ടീൻ്റെ ജീവിതത്തിലുള്ളത്, അതുപോലെ തന്നെ ഫാദറിനും. റെഡിയല്ലേ? ശ്രദ്ധിക്കണേ, കുട്ടികൾ നമ്മൾ ചെയ്യുന്നതാണ് കണ്ടുപഠിക്കുക, അല്ല നമ്മളവരെ ഉപദേശിക്കുന്നതല്ല ചെറിയ പ്രായത്തിലൊക്കെ. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ മുമ്പിൽ ഫാദർ ആൻഡ് മദർ ഷുഡ് ബി റോൾ മോഡൽസ്. വളരെ നല്ല രീതിയിൽ മാത്രമേ പെരുമാറാൻ പാടുള്ളൂ. അങ്ങനെ അവർക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? ശരിയായ വാല്യൂസൊക്കെ ഇമ്പാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു കാര്യമായിരിക്കും ഗാന്ധി ഇവിടെ പറഞ്ഞിട്ടുണ്ടാവാം. They had been brought up in different conditions and environments. വ്യത്യസ്തമായ പരിസ്ഥിതിയിൽ വ്യത്യസ്തമായ സാഹചര്യങ്ങളിലാണ് അവർ വളർന്നിട്ടുള്ളത്. ആൻഡ് ദേ ഡിഡ് നോട്ട് ബിലോങ് ടു സെയിം റിലീജിയൻസ്. ഒരേ മതത്തിൽപ്പെട്ട ആളുകളല്ല അവർ. ഹൗ കുഡ് ഐ ഡു ഫുൾ ജസ്റ്റിസ് ടു ദി യങ് പീപ്പിൾ ദസ് സർക്കംസ്റ്റൻസിഡ്. ഇങ്ങനെ വ്യത്യസ്ത സാഹചര്യത്തിലുള്ള ഈ ചെറിയ കുട്ടികളോട്, യുവാക്കൾ ചെറിയ പ്രായത്തിലുള്ള കുട്ടികളോട് എങ്ങനെയാണ് ഞാൻ എന്ത് ചെയ്യുക? പൂർണ്ണമായ നീതി പുലർത്തുക. ഈവൻ ഇഫ് ഐ അസ്യൂം ദ പ്ലേസ് ഓഫ് പാറ്റർ ഫാമിലിയാസ്, ഒരു കുടുംബനാഥൻ എന്ന രീതിയിലുള്ള ഒരു ചുമതല ഞാൻ, അല്ലെങ്കിൽ ആ റോള് ഞാൻ ഏറ്റെടുത്താൽ, ഞാൻ നിർവഹിച്ചാൽ എങ്ങനെയാണ് ചെയ്യാൻ കഴിയുക? അദ്ദേഹം ചോദിക്കുകയാണ്. ബട്ട് ഐ ഹാഡ് ഓൾവേസ് ഗിവൺ ദ ഫസ്റ്റ് പ്ലേസ് ടു ദ കൾച്ചർ ഓഫ് ദി ഹാർട്ട് ഓർ ദ ബിൽഡിംഗ് ഓഫ് ക്യാരക്ടർ. അദ്ദേഹം ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നത് ഹൃദയത്തിൻ്റെ സംസ്കാരം, അതായത് എന്തിനാണ്? ഒരാളുടെ സ്വഭാവ രൂപീകരണത്തിനാണ്. ആൻഡ് ആസ് ഐ ഫെൽറ്റ് കോൺഫിഡൻറ്റ് ദാറ്റ് മോറൽ ട്രെയിനിങ് കുഡ് ബി ഗിവൺ ടു ഓൾ അലൈക്ക്. അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. ധാർമ്മികമായ പരിശീലനം എല്ലാവർക്കും ഒരുപോലെ കൊടുക്കാൻ പറ്റും. നോ മാറ്റർ ഹൗ ഡിഫറെൻറ്റ് ദെയർ ഏജസ്. അവർ ഏത് പ്രായത്തിലുള്ള ആളുകളാകണമെന്നുള്ളത് പ്രശ്നമല്ല. ആൻഡ് ദെയർ അപ്ബ്രിങ്ങിങ്, അവർ ഏത് സാഹചര്യത്തിൽ വളർന്നാലുള്ളതൊന്നുമല്ല പ്രശ്നമല്ല. അവർ വളർത്തപ്പെട്ടത് ഏത് സാഹചര്യത്താണുള്ളതും പ്രശ്നമല്ല. ആൻഡ് ഐ ഡിസൈഡഡ് ടു ലിവ് അമംഗ്സ്റ്റ് ദം ഓൾ ദ 24 hours. 24 മണിക്കൂറും അവരുടെ ഇടയ്ക്ക് ജീവിക്കാൻ അദ്ദേഹം എന്ത് ചെയ്തു? തീരുമാനിച്ചു. ഓഫ് ദ ഡേ ആസ് എ ഫാദർ, ഒരു ഫാദർ എന്ന പിതാവെന്ന രീതിയിൽ. ഐ റിഗാർഡ് ദ ക്യാരക്ടർ ബിൽഡിംഗ് ആസ് എ പ്രോപ്പർ ഫൗണ്ടേഷൻ ഫോർ ദ എഡ്യൂക്കേഷൻ. വിദ്യാഭ്യാസത്തിൻ്റെ അടിത്തറയായിട്ട്, ശരിയായ അടിത്തറയായിട്ട് അദ്ദേഹം കണ്ടത് ഏതാണ്? ക്യാരക്ടർ ഫോർമേഷനാണ്. സ്വഭാവ രൂപീകരണം, സ്വഭാവ രൂപീകരണമാണ്. ഇഫ് ദ ഫൗണ്ടേഷൻ വാസ് ഫേംലി ലെയ്ഡ്, അത് ശരിയാണെങ്കിൽ, അതായത് ഒരാളുടെ സ്വഭാവം നന്നാവും, അവൻ്റെ ആറ്റിറ്റ്യൂഡ് നന്നാവും, അവൻ്റെ ആപ്റ്റിറ്റ്യൂഡ് നന്നാവും, അവൻ്റെ ഇൻട്രസ്റ്റ് നന്നാവും, എല്ലാം നന്നാവും. അപ്പോഴാണ് നല്ലൊരു പേഴ്സണാലിറ്റി, നല്ലൊരു ക്യാരക്ടറായിട്ട് മാറുക. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ എന്താവും? ഐ വാസ് ഷുവർ ദാറ്റ് ദ ചിൽഡ്രൻ കുഡ്, എല്ലാ വാല്യൂസ് ഉണ്ടാവും, റെസ്പോൺസിബിലിറ്റി ഒക്കെ ഉള്ളവരാണ് നല്ലൊരു ക്യാരക്ടർ നമ്മൾ പറയും. ഐ വാസ് ഷുവർ ദാറ്റ് ദ ചിൽഡ്രൻ കുഡ് ലേൺ ഓൾ ദി അതർ തിങ്സ് ദംസെൽഫ്. അങ്ങനെ ആകുമ്പോൾ കുട്ടികൾക്ക് ബാക്കി കാര്യങ്ങളൊക്കെ അവർക്ക് ഒറ്റയ്ക്ക് പഠിക്കാൻ പറ്റും. ഓർ വിത്ത് ദ അസിസ്റ്റൻസ് ഓഫ് ഫ്രണ്ട്സ്, അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ സഹായത്തോടു കൂടി പഠിക്കാവുന്നതാണ് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്. ഓക്കെ ആണല്ലോ മക്കളെ? വളരെ സിമ്പിളാണ് കേട്ടോ. ശ്രദ്ധിക്കുന്നത് എഴുതിയിട്ടുണ്ടാവും. നൗ ഡിയേഴ്സ്, പ്രധാന ആശയം ശ്രദ്ധിക്കണേ. ആസ് എ ഫാം ഗ്രൂ എഴുതിയെടുക്കേണ്ടതാണ്. Gandhi felt the need of educating its inmates consisting Hindu, Muslim, Parsi, Christian boys and some Hindu girls. സംശയമൊന്നുമില്ലാത്ത പറഞ്ഞു, അതുകൊണ്ട് ഞാൻ അർത്ഥം പറയണ്ടല്ലോ. He didn't engage teachers from outside the farm because qualified Indian teachers were rare. സ്കാസിൻ്റെ വേറെ വാക്കാണ് rare. There was not enough money to meet the expenses. വളരെ സിമ്പിളായിട്ട് അവരൊന്ന് പറഞ്ഞില്ലേ. Moreover, he wanted to find out by experience and experiment the true system. He knew that under ideal conditions true education could be imparted only by the parents, and that then there should be the minimum of outside help. In Tolstoy farm, which was the family, he occupied the place of the father and trained Eng himself. It was not easy because they were from different social backgrounds. He regarded character building as the proper foundation for the education, and if the foundation was firmly laid, the children could learn all the other things themselves or with the assistance of friends. ക്ലിയർ ആണല്ലോ മക്കളെ? പറഞ്ഞുകൊണ്ട് ഞാൻ വിശദീകരിക്കണില്ല. വളരെ സിമ്പിളാണ്, നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ പറ്റും. വളരെ ഈസിയാണ്. നേരത്തെ പറഞ്ഞ ആശയങ്ങളൊക്കെ തന്നെയാണ്, ചുരുക്കി പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്. എന്താ ഒന്നാമത്തെ അസൈൻമെൻറ്റ്? ഫസ്റ്റത്തേതാണ് പ്രിപ്പയർ എ സ്പീച്ച് ഓൺ ദ ഗാന്ധിയൻ വാല്യൂസ്. ഗാന്ധിയൻ വാല്യൂസിനെ കുറിച്ച് സ്പീച്ച് എഴുതാനാണ്. സ്പീച്ചിൻ്റെ രൂപമൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിന് മുമ്പൊക്കെ പഠിച്ചിട്ടുണ്ട്.
ആദ്യം ഒരു സാല്യൂട്ടേഷൻ വേണം, അത് കഴിഞ്ഞിട്ട് പ്രസൻറ്റേഷൻ വേണം, അത് കഴിഞ്ഞിട്ട് ഇൻട്രഡക്ഷൻ വേണം, അത് കഴിഞ്ഞിട്ട് പ്രസൻറ്റേഷൻ കഴിഞ്ഞ് ഇൻട്രഡക്ഷൻ കഴിഞ്ഞ് പ്രസൻറ്റേഷൻ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, ഇലാബറേഷൻ ഉണ്ടാകണം. ആ വിഷയങ്ങൾ വിശദമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു 2-3 പോയിന്റ് എടുത്ത് നന്നായിട്ട് എലാബറേറ്റ് ചെയ്യണം. അതിൽ പാഠത്തിലെ കാര്യങ്ങളൊക്കെ നമുക്ക് കൊള്ളിക്കാം. അതിനുശേഷം എക്സോർട്ടേഷൻ വേണം, ഒരു ആഹ്വാനം വേണം, അതുപോലെ തന്നെ കൺക്ലൂഷൻ വേണം. വിശദമായിട്ടും പിന്നെ ചെയ്യാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾ ആ പഠിച്ച മാതിരി അതത്ര അങ്ങനെ സാറ് പറയുന്നുള്ളൂ, ജസ്റ്റ് ഒന്ന് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ രീതിയിൽ ചെയ്താൽ മതി. ജസ്റ്റ് നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും. ഇപ്പോൾ ചെറിയൊരു സാമ്പിളാണ് ഞാൻ തരുന്നത്, ഞാൻ കാണിക്കുന്നത്. ഏതാണ്ട് ഇതുപോലൊക്കെ നിങ്ങൾക്ക് എഴുതാൻ റെഡി അല്ലേ? സംഗതികളെല്ലാം ഇതിലുണ്ട്, വായിക്കണം. ഞാൻ ഒന്ന് ചെറിയ എഴുത്താൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. ഇതിൽ ഒരു ഇത് കൊള്ളിക്കാൻ വേണ്ടിയിട്ടാണ്, ഫ്രെയിം കൊള്ളിക്കാൻ കുറച്ച് രീതിയിൽ അത്യാവശ്യ കാര്യങ്ങളൊക്കെ കൊള്ളിച്ചിട്ടുണ്ട്. പക്ഷേ മക്കൾ ശ്രദ്ധിക്കേണ്ടത് ഇതാണെങ്കിൽ കുറച്ച് ഉദാഹരണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങൾ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് എന്ത് ചെയ്യാം, കൊണ്ടുവരാം. അങ്ങനെ ആകുമ്പോൾ ഒരുപാട് നീണ്ടു എന്നുള്ളതാണ് ഞാൻ ചുരുക്കിയത്. ഏതാണ്ട് കാര്യങ്ങളൊക്കെ അതിലുണ്ട്, സ്ട്രക്ചർ ഉണ്ട്. ഡിയർ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ് everybody. As you know, today we are discussing the Gandhian values. What are the important values? Why did the nation make him the father of the nation? Are they relevant now? Let me share some of my thoughts regarding these points. In our fast-changing society, we struggle with innumerable problems at social, economical, cultural and political levels. It is there it comes, the relevance of the Gandhian values. You know that they are truth, non-violence, renunciation, humility, tolerance, simplicity, peace. Collectively, we call them ഗാന്ധിസം. ആ മൊത്തത്തിൽ മൂല്യങ്ങളെല്ലാം ഉൾക്കൊണ്ട സംഗതിയാണ് നമ്മൾ ഗാന്ധിസം എന്ന് പറയുന്നത്. എന്താ ഗാന്ധിസം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബോഡി ഓഫ് ഐഡിയാസ് ദാറ്റ് ഡിസ്ക്രൈബ്സ് ദ ഇൻസ്പിറേഷൻ, വിഷൻ ആൻഡ് ദ ലൈഫ് വർക്ക് ഓഫ് മോഹൻദാസ് ഗാന്ധി. ഇതിലും കൂടിയാണ് നമ്മൾ ഗാന്ധിസം എന്ന് പറയുന്നത്. നമ്മൾ ഈ മൂല്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നത്. ഹിസ് പോളിസി ഓഫ് നോൺ വയലൻസ് മെയ്ഡ് ഹിം ആൻ ഇൻസ്റ്റന്റ് ഹിറ്റ് അമംഗ് ദ Indian masses. The policy of non-violence gave people a way to fight for freedom without being subject to violence and uproot the mighty British Empire. നമുക്കറിയുന്നതാണ്. So we made him the father of the nation. He built his movement of Satyagraha on value premise of truth and non-violence. In spite of his popularity, he remained grounded. വളരെ സാധാരണക്കാരൻ പോലെ നമുക്കറിയാം അതൊക്കെ. പിന്നെ simple living and high thinking was his way of life. This made him fondly called as Bapu. He lived in harmony with nature. As a leader, Gandhi respected everyone's views but made firm decisions based on his vision. He respected not only all the religions but also different cultures. Finally, he became a martyr for communal harmony. In education, he had his own vision. The promotion of vocational skills and converting them into self-employment means is the sustainable means of driving out people from grasp of poverty. Principles of Mahatma Gandhi are valid even today. Certainly they help to reshape the lost morality, regain humanity and to overcome the present day problems in our country. നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥയൊക്കെ നമുക്കറിയാലോ. ഗാന്ധി സ്വപ്നം നമ്മുടെ രാജ്യത്തിൻ്റെ ഇപ്പോഴത്തെ യാഥാർത്ഥ്യം നമ്മളുടെ വ്യത്യാസങ്ങളൊക്കെ നമുക്കറിയാം. So let us hope so. Let me conclude. Thank you all. എഴുതിയെടുക്കേണ്ടതാണ് കേട്ടോ, ചെയ്യല്ലോ. Now second one is prepare a paragraph on the importance of character building and moral training ആണ്. ഒരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട്, ചെറിയൊരു ഇൻട്രഡക്ഷനൊക്കെ കൊടുത്തേണ്ട തുടങ്ങിയിട്ടുള്ളത്. ചെറിയൊരു ഇലാബറേഷൻ ഉണ്ട്, അവസാനം ഒരു കൺക്ലൂഷൻ ഉണ്ട്. പാരഗ്രാഫ് നമ്മൾ എഴുതി പഠിച്ചതാണ്. ദ കൾച്ചർ ഓഫ് ദി ഹാർട്ട് എന്ന ഹെഡിങ് കൊടുത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതായിട്ട് റെലവൻ്റ് ഏത് വേണമെങ്കിൽ കൊടുക്കാം. ഇൻ ഗാന്ധിസ് ഓട്ടോബയോഗ്രഫി ദ സ്റ്റോറി ഓഫ് മൈ എക്സ്പെരിമെൻറ്റ്സ് വിത്ത് ട്രൂത്ത് ഹി സെസ് അബൌട്ട് ദ experiments he conducted in Tolstoy farm. He had always given the first place to the culture of the heart or building of character, and as he felt confident that moral training could be given to all alike, no matter how different their ages and their upbringings. And he felt confident madi as vanda sorry ta he felt confident madi. He regarded character building as the proper foundation for their education, and if the foundation was firmly laid, he was sure that the children could learn all the other things themselves or with the assistance of friends. According to Abraham Lincoln, character is like a tree and reputation like its shadow. The shadow is what we think of it, the tree is the real thing. So character is the most important. It is the inherent complex attributes that determine the person's moral and ethical actions and reactions. Heredity, early childhood experience, modeling by important adults or older youths,
peer influence, general physical and social environment, communication media, content taught in the school, etc. influence character formation. Good character can be developed through effective communication and shared values among families, schools, religious organizations and communities. Morals are the principles and values based on what a person or society believes as are the right, proper or acceptable ways of behaving. Values of a person or values of a person or group are the moral principles and beliefs that they think are important in life and that they tend to live their lives by such values as guiding principles. Gandhian values are truth, non-violence, renunciation, humility, tolerance, simplicity, etc. In brief, the building of character and moral training help anyone to become a true man, good person and responsible citizen. Okay, മക്കൾ എഴുതിയെടുക്കുമല്ലോ. എളുപ്പമാണ്, നിങ്ങൾ സ്വന്തങ്ങൾ എഴുതിയിട്ടുണ്ടാകും. ജസ്റ്റ് സാമ്പിൾ കാണിക്കുക എന്നുള്ളതേ ഉള്ളൂ. റെഡിയല്ലേ? ഇവിടെ he had always given the first place to the culture of heart or building of character and he felt confident മതിട്ടോ. He felt confident that moral training could be given to all alike no matter how different their ages and their upbringing. എളുപ്പമൊന്ന് എഴുതിയെടുത്തോളൂ പെട്ടെന്നൊന്ന്. ഓക്കെ ഡിയേഴ്സ്, എഴുതിയെടുക്കണേ. സ്ക്രീൻഷോട്ട് എഴുതിയെടുത്താൽ മതി. നൗ ഒരു കുറച്ച് ചെയ്യുകയാണെങ്കിൽ ചെയ്ത് നോക്കാനാണ്, ചോദ്യം എഴുതിയെടുത്താൽ മതി. After visiting Ganji, you decide to prepare a newspaper report about Tolstoy farm. അതിനെക്കുറിച്ച് നിങ്ങൾ എങ്ങനെയാണ് റിപ്പോർട്ട് ഉണ്ടാക്കുക? Prepare write-up on what made Ganji start a school in Tolstoy farm. Make a note on Gandhi's views on education. Next one is write a short profile of Mahatma Gandhi using the details given below. നോക്കി ചെയ്യാനാണ്. Okay dears, now hope you have learned what we have discussed. Thank you for watching. Meet you again. Till then, goodbye.